ഹലോ ഗൈസ്, ഇതാ നമ്മൾ SNAയുടെ ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നിടത്തേക്ക് പോവാണ്. ആ ഒരു മംഗലാപുരത്ത് നിന്ന് പോത്തൻകോടേക്ക് പോകുന്ന ഒരു റൂട്ടുണ്ട് ട്രിവാൻഡ്രം. അവിടെ ഇങ്ങനെ നമ്മൾ ഗുസ്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ ആ ഒരു റോഡ് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല, നിറയെ കുന്നും കുഴിയുമാണ്. ഭയങ്കര കുഴികളാണ് കേട്ടോ, മുഴുവൻ കല്ലും ഒക്കെ ഇളവി കിടക്കുക. പിന്നെ അവസാനം ഹൈവേയിലോട്ട് ഇത് ഇങ്ങനെ കയറിയപ്പോഴാണ് സമാധാനമായി സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ പോകുന്നത് CSI കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. അവിടെയാണ് നമ്മുടെ SNAയുടെ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നത് കേട്ടോ. ജൂലൈ 2nd, 3rd and 4th 3 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. നമ്മളൊക്കെ പ്രോഗ്രാമിന് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ 3 ദിവസമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കോളേജിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. ഗേറ്റ് കയറുമ്പോൾ തന്നെ ആദ്യമേ നമ്മൾ കാണുന്നത് ഈ ഒരു കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ ബിൽഡിംഗ് ആണ്. അതിനുശേഷം താഴേക്ക് പോകുമ്പോഴത്തേക്കും സ്കൂൾ ഓഫ് നഴ്സിംഗിൻ്റെ ബിൽഡിംഗ് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ ഫ്രണ്ടിലേക്ക് നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഹോസ്റ്റൽസ്, MBBS പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റൽസ്, അങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട്. മെയിൻ സ്റ്റേജിൽ സ്കിറ്റ് നടക്കുന്നിടത്തേക്ക് പോവുകയാണ് കേട്ടോ. നമ്മുടെ കുട്ടികളുടെ സ്കിറ്റ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. പറക്കമുറ്റാതെ പൊലിഞ്ഞു പോകുന്ന ഒരു ജീവനും ഇനി നമ്മൾ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല. നിന്റെ ഡയലോഗ് പറഞ്ഞു സാറേ, ഞാനൊക്കെ എന്റെ കുടുംബത്തിന് വേണ്ടി കിടക്കുന്നേ. അപ്പഴാ സ്വന്തം കൊച്ചിനെ കളഞ്ഞിട്ട് നിൽക്കുന്നു. ഡയലോഗ് പറ. സാറേ, എന്തിനാ സാറേ എന്റെ ചേട്ടാ ഇട്ടേക്കുന്നുണ്ട്? ചേട്ടാ ഒരു പാവ. ഡയലോഗ് പറയല്ലേ. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഗായ്സ്. എന്നോട് ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഗായ്സ്. എന്താണെന്ന് കണ്ടറിയാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സൈഡിൽ കണ്ട ബെല്ലൈക്കൺ അടിച്ച് പൊട്ടി ചെയ്യാം ഗായ്സ്. ഒരു നിമിഷത്തെ സ്വാർത്ഥത്തിൽ നീ ഇല്ലാതാക്കിയത് ഒരു ജീവനാണ്, നാളത്തെ പ്രതീക്ഷയാണ്. എന്നെ പോലെ കുറച്ച് സൗന്ദര്യബോധമുള്ള പെണ്ണുകൾക്കൊക്കെ ഒരുങ്ങാൻ കുറച്ച് സമയം എടുക്കും. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇവിടെ കിടന്ന് വെള്ളത്തിലെടുത്താ നിന്റെ കിടുങ്ങാമണി അടിച്ചു പൊട്ടിക്കും. സ്കിറ്റിൻ്റെ പോർഷൻസ് അവർ നമുക്ക് ട്രയൽ കാണിച്ചു തന്നതാണ് കേട്ടോ. നമുക്ക് സ്കിറ്റിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കിറ്റ് കഴിഞ്ഞിട്ട് അവരിത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്കിറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാനായിട്ട്. അതിനുശേഷം നമ്മളിത് സ്റ്റേജിലേക്ക് പോയി. അവിടെ വേറൊരു സ്കിറ്റും കാര്യങ്ങളും ഒക്കെ നടക്കുമായിരുന്നു. ശബ്ദം ഇവിടെയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ നേരെ സ്കൂൾ ഓഫ് നഴ്സിംഗിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. ആ പോകുന്ന വഴിക്ക് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്, ഗ്രൗണ്ട് ഏരിയയും അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇനി നമ്മൾ നേരെ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അവരിങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് റെഡി ആയിരിക്കുകയാണ്, ഐ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ പെയിൻറ്റ് ചെയ്തുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ്. ചെയ്യും പാവം. സംസാരിക്കാൻ പറ്റൂലെന്ന് അവൾ ആംഗ്യ ഭാഷയിൽ കാണിച്ചതാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റൂല. എന്തൊക്കെ അവിടെ മുടി സെറ്റാക്കുവാണ്. മുടിയിലെല്ലാം സ്ലൈഡ് ഉണ്ട്. ഇവിടെ കാണിച്ച മുടി സ്ലൈഡ് കണ്ടോ, മുടിയിലെല്ലാം സ്ലൈഡൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ട് ക്ഷീണിച്ചവർ കിടന്ന് മേക്കപ്പ് ചെയ്യുക. പാവം പിള്ളേർ വരയ്ക്കുന്നു, കിടന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എവിടെ ഇതിലേ നോക്കട്ടെ. അവരവരുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിയട്ടെ. നമ്മൾ അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി. ഒന്ന് വല്ലതുമൊക്കെ കുടിക്കാം കഴിക്കാം എന്ന് വിചാരിച്ച് വെളിയിലേക്ക് ഇറങ്ങി. ഇതിപ്പോൾ സ്കൂൾ ഓഫ് നഴ്സിംഗിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ GNMൻ്റെ ആ ഒരു ബിൽഡിങ്ങിലാണ് നിൽക്കുന്നത്. നമ്മളിനി വെളിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇതാണ് അവിടുത്തെ കോറിഡോറും കാര്യങ്ങളൊക്കെ. ഈ ഒരു വിൻഡോ സൈഡിൽ നിന്നുള്ള വ്യൂ ആട്ടോ. അവിടെ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ്, ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ബിൽഡിങ്സ് ഉണ്ട്. അതിനുശേഷം നമ്മളിന്ന് താഴേക്ക് പോവുകയാണ്. ഒന്ന് ഫുഡൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് താഴോട്ട് പോവുകയാണ്.
ഹോസ്പിറ്റലാണ് കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ വലിയ വലിയ ബിൽഡിങ്സ് ആണ്. ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ തന്നെയാണ് കോളേജ് ഓഫ് നഴ്സിങ്ങിൻ്റെ ബിൽഡിങ് ഉള്ളത്. പരാതി വന്നിട്ടുണ്ട്, ഇവൻ്റെ കഴുത്ത് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ എന്ന്. പൊക്കം കൂടി പോയത് എൻ്റെ പ്രശ്നമാണ്. കണ്ട, ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഇവൻ്റെ കഴുത്ത് വരെ കിട്ടണോളെ. ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. മുകളിലേക്ക് ഒരു വലിയ തേരി ഇങ്ങനെ കയറണം കേട്ടോ. ക്ഷീണിച്ച് അവിടെ നിന്ന് ഒരുപാട് ഇങ്ങനെ തേരി കയറി വരുമ്പോൾ തന്നെ ക്ഷീണിക്കും. ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ബിൽഡിങ്ങിലാണ് നമുക്ക് ക്യാൻറ്റീൻ ഉള്ളത്. നമ്മൾ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. ഇതിപ്പോൾ കോളേജിൻ്റെ ക്യാൻറ്റീനാണോ അതോ ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനാണോ നമുക്ക് ഇപ്പോഴും ഡൗട്ട് വന്നു. എനിക്ക് മാത്രം വന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെത് ഇതാ കളർഫുള്ളായിട്ട് വന്നേക്കുവാണ്. അങ്ങനെ നമ്മൾ ഓറിയോ ഷേക്കും പിന്നെ എനിക്ക് ഫലൂഡയും ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിനുശേഷം പിന്നെയും താഴേക്ക് പോയി. ഇതാണ് ഞാൻ പറഞ്ഞ തേരി. ഒരുപാട് തേരി ഇങ്ങനെ താഴോട്ട് ഇറങ്ങാനുണ്ട്. ഇത് കോളേജ് ഓഫ് നഴ്സിങ്ങിൻ്റെ ബിൽഡിംഗ് ആണ്. അപ്പോൾ ആ ഒരു താഴോട്ട് തേരി ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അവിടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളങ്ങനെ താഴോട്ട് നടക്കുവാണ്. സെറ്റ് ലുക്ക് ഹിയർ. നോക്കട്ടെ. ആ ഓക്കെ ഫൈൻ. കണ്ണിൽ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവൻ കണ്ണടച്ച് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യും, ഗ്ലൗസ് ശരിയാക്കിയൊക്കെ ചെയ്യുമായിരുന്നു. എന്തോ കാര്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കുമായിരുന്നു. നമ്മളങ്ങനെ നാടൻ പാട്ടിൻ്റെ സ്റ്റേജിലേക്ക് വന്നു. നമുക്ക് പോവാന്ന് പറഞ്ഞ് ഞാൻ ഇവരെ വിളിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ മാഡംസ് ആണിത്. നമ്മൾ തിരിച്ചു പോവാണ്. അവരടുത്തിന് സ്റ്റേറ്റിന് പോകാനൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. എന്നെ 6 മണിക്ക് വീട്ടിൽ കയറണം എന്നുള്ളതുകൊണ്ട് എനിക്ക് 6 മണിക്ക് വീട്ടിൽ കയറണം. അതുകൊണ്ട് ഞാൻ പോകുന്നു. ചേച്ചിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ഉള്ളവരും കൂടെ ഇനി പോവേ ഉള്ളൂ. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. അതാണ് മിസ് ചെയ്യുവാണ്. പറയടാ, നമ്മള് ഈ കോളേജിൽ ഇങ്ങനെ പണ്ട് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതാണ് ഇവിടെ 10 മണി വരെ നിക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് നേരത്തെ പോണം എന്നുള്ളതുകൊണ്ട് പോവാണ്. ചാച്ച അതാണ് എനിക്ക് 6 മണിക്ക് വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ വീട്ടിലോട്ട് തിരിച്ചു വരണ്ട എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. ലേറ്റ് ആവാണ്ട് ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോഴൊന്നും പ്രോഗ്രാംസ് തീരില്ല. അവിടെ പകുതി പോലും ആയില്ല. ഒരുപാടുണ്ട് ഇനിയും വെയിറ്റിംഗ് ആയിട്ട് പ്രോഗ്രാംസ്. അപ്പൊ നമ്മൾ എന്തായാലും വീട്ടിലേക്ക് പോവാണ്. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.